ഹലോ ഗായ്സ്, ഇത് കണ്ട മക്കളെ, നിങ്ങൾ 1000 ഉറുപ്പ്യക്ക് വാങ്ങിയൊരു പ്ലാന്റാണ്. ഇതിനൊരു ചീച്ചിൽ വന്നുണ്ടോ? അടിയിനെയും നമ്മൾ ചീച്ചിൽ വന്നാൽ അറിയുള്ളത് ഇതുപോലെ പുറം ഭാഗത്ത് കണ്ടിക്കെങ്കിൽ എന്ത് ചെയ്യാൻ അറിയാം, നമ്മളെന്ത് ചെയ്യുക, വേഗം ഇതുപോലെ ചെത്തിയൊക്കെ രക്ഷപ്പെട്ട് കിട്ടേക്കും. വേഗം കുഴപ്പമില്ലല്ലേ? കാണിക്കും എന്തെങ്കിലും കഴിച്ചു നോക്കാം. അപ്പം നമ്മളിങ്ങനെ ഈ കേടുള്ള ഭാഗം മൊത്തം നമ്മൾ ഒരിത്തിരി കേടും ഉണ്ടാകാൻ പാടില്ല. ഇതുകൊണ്ടുള്ളൊക്കെ കേടാണ്, അത് രക്ഷപ്പെടാൻ പ്രയാസമാണ്. എന്നാലും നമ്മൾ നോക്കാനേ ഉള്ളൂ. കണ്ടോ, പടിപ്പോൾ പൊട്ടി വീണു. ഇങ്ങനെയാണത് കേട് വീണത്. കണ്ടോ, ഉള്ളോട്ടൊക്കെ കേട് വ്യാപിച്ചു വയ്ക്കും. ഇത് പ്രയാസപ്പെടൂല അല്ല, ഇത് രക്ഷപ്പെടൂല. ഇത് തീരെയല്ലോ. ആ കണ്ടോ, കേട് ഏടം വരെ കേടുണ്ടോ ആടം വരെ നമ്മൾ സെത്തണം. എന്നാ രക്ഷപ്പെട്ട് കിട്ടുമായിരിക്കും. പക്ഷെ രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. ഇവിടെ അത്രയും കേട് വന്നു വയ്ക്കുന്നു. ഇപ്പോഴാണ് ഇത് നമുക്ക് കേസ് കിട്ടും പോകുന്നില്ല. ഇതിന് ഇല്ല, വിട്ടുപോയി. ഒരു ഇച്ചിരിയേ ഉള്ളു ഇവിടെ വിടാൻ. ഇവിടെ അല്ലേ അത് മാത്രല്ലേ, അത് പിരിക്കല്ലോ. പിരിച്ചാൽ ചിലപ്പോൾ ഓടി പോകാം. കണ്ട, അങ്ങനെ 1000 ഉറുപ്പ്യക്ക് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയൊരു പ്ലാന്റിൻ്റെ അവസ്ഥ. എത്ര വർഷം വാങ്ങിയിട്ട് കുറച്ചാണ്. ഇതാണ് അവസ്ഥ മക്കളെ. ഇത് കുറച്ചുകൂടി ഉണ്ട്. കേട് വന്നത് പെട്ടെന്ന്, ഇത് ഞാൻ കണ്ടില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് കേട് വന്ന് കണ്ടാൽ രക്ഷപ്പെടുത്താൻ. ഇപ്പോൾ കേട് വന്ന് കണ്ടില്ല മക്കളെ. എന്ത് ചെയ്യാം, ഇതിന്മേൽ നോക്കല് പ്രയാസം. നോക്ക് രക്ഷപ്പെടുത്തി. അങ്ങനെയുണ്ട്. ഇത് രക്ഷപ്പെടൽ പ്രയാസമാണ്. എന്നാലും അടക്ക് പടി രക്ഷോടി മേലോട്ടാക്ക്. ഇതിവിടെ ഒരു ഇച്ചിരി കൂടി വിടാനേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് ഇവിടെ ഒന്ന് കെട്ടിയൊക്കെ ഇട്ടത്. രക്ഷപ്പെടുത്താൻ പറ്റിയാൽ പഠിച്ചാൽ വിചാരിച്ചാൽ ഈമനും ജീവൻ വരുമല്ലോ. അപ്പം നമ്മളെന്ത് ചെയ്യുക, അതിവിടെ മെല്ലെ കെട്ടി വെക്കുക. ഇത് മുറിക്കുമ്പോൾ ഇതിന് വേദന ഉണ്ടാവില്ലേ? പിന്നെ മുറിക്കുമ്പോൾ അവിടെ പൊട്ടിപ്പോയാൽ പിന്നെ പോയി മോളെ. അതിന് ഞാനിത് വളയ്ക്കുന്നില്ലല്ലോ. എന്നിട്ട് ഇതപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ കെട്ടി വെച്ചതാ. ഇവിടെ ഒരു ഇച്ചിരി കൂടി സ്ഥലമേ ഉള്ളൂ. കണ്ടോ നിങ്ങൾ, ഇത് പ്രയാസമാണ്. എന്നാലും ശ്രമിച്ചു നോക്കുക. ശ്രമിക്കാമല്ലോ നമുക്ക്. അതുകൊണ്ട് ശ്രമിച്ചു നോക്കുക. രക്ഷപ്പെട്ട് കിട്ടുകയാണെങ്കിൽ 1000 ഉറുപ്പ്യ പോയി പോകാണ്ട് വെച്ചില്ല. എന്നിട്ട് നമുക്ക് ഉണങ്ങാൻ വെക്കട്ടോ, നല്ല ഉണങ്ങാട്ടെ. ഇതിലൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. സാഫ് തേച്ച് കൊടുക്കട്ടോ. പക്ഷെ സാഫ് വെച്ചിട്ടൊന്നും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. ഒരു കെട്ടുകൂടി കെട്ടണം. അപ്പം അത് കണ്ട നിങ്ങൾ, നല്ലൊരു മെരടായിരുന്നു. ഇത്രയും ഭാഗം നമ്മളിപ്പോൾ കേടായി കഴിയുമ്പോൾ കട്ട് ചെയ്തെടുത്ത. പൂ വരാൻ തുടങ്ങിയില്ലേ? വരാൻ. ഇത് ക്ലോസറ്റ്, ഇത് വാഷ് ബേസ്, പിന്നെ ഇത് ഇതിനെന്തേലും പറയാ, എനിക്കറിയാൻ കൊട്ട റബ്ബറിൻ്റെ
ഇത് വട്ട. ഇത് എന്താണെന്നറിയോ, ഇത് ഇയാട്ടും എടുത്തുണ്ടോന്നാ മാമിൻ്റെ തുടയ്ക്കുന്ന പോലെ ഒഴിവാക്കിയാലും ഉമ്മ എന്ത് ചെയ്തിട്ടില്ല. പച്ച് അമ്പാനി ഏതാ വൈപ്പ്, അമ്പാനി വൈപ്പ്. ഇങ്ങനത്തെ അവസ്ഥയാണ്. അമ്പാനീൻ്റെ പുരയിൽ പോലും ഉണ്ടാവില്ല ചെടികൾക്ക് വാഷ് ബേസും ക്ലോസറ്റ്. നമ്മളെ പുരയിൽ വരെ ഉണ്ട്. ഈ മരം ഇങ്ങോട്ട് നിറയെ പൂവിട്ടാല് ഇനി എന്താ പറയാ നമുക്ക് നോക്കാം. ഇതന്നെ ഒരൊന്നൊന്നര പൂവായിട്ട് നിറയെ വാഷ് ബേസ് നിറയെ പൂക്കൾ, കൊട്ട നിറയെ പൂക്കൾ. ഇത് വെള്ളത്തിന് പകരം പൂക്കൾ പൂക്കൾ നിറഞ്ഞൊരു വീടാക്കണം. പൂവീട് എന്നൊരു പേര് പറയും. ഇതതോണൊരു വാഷ് ബേസ് ഉണ്ടാക്കാൻ നോക്കിയോ, സംഗതി ഏറ്റിയില്ലാന്ന് തോന്നുന്നു. ആദ്യത്തെ ദിവസം വലിയ ഉഷാറുണ്ടായി, പിന്നീട് ദിവസം ഇതിൻ്റെ യാതൊരു തിരിഞ്ഞുനോക്കല് ഞാൻ കണ്ടില്ല. നമ്മളെ കുളം അല്ല സോറി തോട് അവിടെ ഉണ്ട്. ഇത് അതുപോലെ 1000 ഉറുപ്പ്യൻ്റെ പ്ലാന്റ് വന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യാന്നറിയാം, വേഗം മാറ്റി കൊടുക്കാം, അതാ നല്ല. ഇതിനി അങ്ങനെ ആയി പോണ്ട. ഓക്കെ ഓക്കെ. ആദ്യമേ ഇതിന് വേണ്ടി ചട്ടി എടുക്കണം. ആദ്യം ഓടും കഷ്ണം വെക്കുക, അതിൽ ഓടും കഷ്ണം വരയ്ക്കുക. ഓടും കഷ്ണം വരത്തിയിട്ട് ഈ വെള്ളം ഒഴിവാക്കിയാണ്ട് വെക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. വെള്ളം നല്ലോണം വാർന്ന് പോകണം ചട്ടിയിൽ. അത് പോയില്ലെങ്കിലാണ് ഈ ചേച്ചിൽ വരിക. നോക്കണ്ട. ഇനി അടുത്ത പണി നമ്മൾ ചെയ്യുന്നത് ഇതിന് ചതകളാണ്. എവിടെയെങ്കിലും അടങ്ങി നിന്നിട്ട് നോക്കി. അതാണ് ഞാൻ പറഞ്ഞ ഒറ്റക്ക് വീഡിയോ എടുക്കാനാവില്ല ബുദ്ധിമുട്ട്. ഈ കരിയിൽ അത് തേക്കിൻ്റെ ഇല കേട്ടോ, മാവിൻ്റെ ഇലയും മതി, പ്ലാവിൻ്റെ ഇലയും മതി. ഞാൻ കിട്ടുന്ന എന്താ ഇലയാ, അത് മതി. നല്ല ബാക്ക്ഗ്രൗണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ചകിരിച്ചോറാണത് അതിൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യുന്നത് വെച്ചാൽ ഈ മിക്സ്, നമ്മളെ പോട്ടി മിക്സ്, മണ്ണ്, മണൽ, ചാണകത്തോട് മിക്സ് ഇതിലിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളെ എവിടെയാണോ വെക്കെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ട് ഒരു കളറ് കണ്ടോ. ഇത് 1000 ഉറുപ്പ്യൻ്റെ പ്ലാന്റ് ആക്കണം. അതിനൊക്കെ ഞങ്ങളും ഇത് ഇവിടെ പിടിക്കുകയും ഞാൻ പോയി മണ്ണെടുത്തിട്ട് വരാം. ഇത് നമ്മൾ ഒറ്റക്ക് ഇവിടെ നിൽക്കൂല, അപ്പം നമ്മൾ ഇതിനെ സപ്പോർട്ടായിട്ട് ഒരു കമ്പി വെച്ച് കൊടുക്കുന്നുണ്ട്. കമ്പിയും കൂടെ ഒന്ന് കെട്ടണം. ഇവിടെ വെച്ചു എന്തെങ്കിലും ഒരു കയറെടുത്ത് നമ്മൾ ഇത് രണ്ടും കൂടി ഒന്ന് കെട്ടി കൊടുക്കട്ടെ. എന്നിട്ട് നമ്മൾ ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. കയ്യിൽ നിന്ന് മെരട് ഭാഗം പൊന്തിച്ച് വെക്കുക കേട്ടോ.
പിന്നെ ചീച്ചിൻ്റെ പ്രശ്നം വരില്ല. ഒരു സാധനമുണ്ട്, നിങ്ങൾ കണ്ടോ ഗൈസ്? വൃത്തിയാക്കി ഇങ്ങനെ ആക്കി കൊടുക്കും. നാളെ കിടന്നു ഉണ്ടാക്കി. അപ്പം ഇതാണ് നമ്മളെ അടീനിയത്തിൻ്റെ കോട്ടിങ്. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വാച്ചു. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇത് എന്നിട്ട് ഈ കട്ട് ചെയ്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ, ചെടി ചെയ്യാം. ഇപ്പം 1000 ഉറുപ്പ്യൻ്റെ പ്ലാന്റാണ്. പിന്നെ കുറേ കഴിയുമ്പോൾ ചെടിയൊക്കെ പോവും. പിന്നെ ചെടിക്കും വയസ്സുണ്ട്, പ്രായമുള്ള നോക്കി ഓല് വെക്കുന്ന. അവിടെ പോയി കണ്ടൊക്കെ അങ്ങോട്ട് ദൂരമില്ല. അത് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടോ. ഇനി ഇത് നല്ലോണം വെയിലെത്താതെ നിൽക്കട്ടെ. ഇവിടെ വേണമെങ്കിൽ ഇനി സാഫ് തേച്ച് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഒന്നും തേക്കുന്നില്ല. സാഫൊക്കെ തേച്ച് കൊടുത്താൽ ചീച്ചിൽ വരാണ്ട് ആവും. അല്ലെ മെഴുകുതിരി ഉറ്റിച്ച് കൊടുക്കുക കേട്ടോ. തിരി ഉറ്റിച്ച് കൊടുക്കുക. ഇവിടെ വെള്ളമാവാണ്ടിരിക്കാം. വെള്ളമായാൽ ചീച്ചിൽ ഉള്ളോട്ടിറങ്ങുന്ന നമ്മൾ അറിയൂല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അടീനിയം പ്ലാന്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക. അടീനിയം ദിവസം പോയി ഇങ്ങനെ നോക്കണം, നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. ചെടികൾ പൊതുവെ മക്കളെ നോക്കുന്നോണം കൊണ്ടടക്കണം. അപ്പോൾ നമ്മൾ പൂക്കളും ചെടികളൊക്കെ കാണാൻ നല്ല രസമാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ട് അതിൻ്റെ പിന്നിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്. നിങ്ങളും നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ എൻ്റെ കുടുംബത്തിനും പെടുത്തും. ആമീൻ.